പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുന്നതിനിടയിലും ഇന്ത്യക്ക് ആശ്വാസ വാർത്ത. ഇറാനുമായുള്ള എണ്ണ വ്യാപാരം പുനരാരംഭിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇന്ത്യയിലെത്തുന്നത്. അമേരിക്ക ഇസ്രയേൽ സഖ്യം ഇറാനുമായി യുദ്ധം തുടങ്ങിയതോടെ ആഗോളതലത്തിൽ തന്നെ ഇന്ധന വിതരണം താറുമാറായിരുന്നു. ഇത് പരിഹരിക്കുന്നതിനായി ഇറാനിൽ നിന്നുള്ള എണ്ണയ്ക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള ഉപരോധം കഴിഞ്ഞ മാസമാണ് അമേരിക്ക താൽക്കാലികമായി പിൻവലിച്ചത്. ഇതോടെയാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിഞ്ഞത്. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് നിലവിൽ പണമിടപാട് സംബന്ധിച്ച യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് 2019 മെയ് മാസത്തിലാണ് ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിയത്. എന്നാൽ നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ കണക്കിലെടുത്താണ് പുതിയ നീക്കം. ഇറാന്റെ ചൊൽപ്പടിക്ക് അമേരിക്ക വരുന്നുവെന്ന സൂചനയാണ് ഈ വ്യാപാരത്തിലുണ്ടായ മാറ്റം സൂചിപ്പിക്കുന്നത്. ആക്രമണങ്ങളെയും തിരിച്ചടികളെയും പേടിച്ച് അമേരിക്ക ഇറാന്റെ നിർദ്ദേശങ്ങൾക്ക് മുന്നറിയിപ്പിന് മുൻപിൽ അടിയറവ് പറയുകയാണ്. എണ്ണയ്ക്ക് പുറമെ ഇറാനിൽ നിന്നുള്ള ദ്രവീകൃത പെട്രോളിയം ഗ്യാസും ഇന്ത്യയിലെത്തുന്നുണ്ട്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് വിതരണത്തിലെ കുറവ് പരിഹരിക്കാൻ ഇത് സഹായിക്കും. യുദ്ധം കാരണം ഇന്ത്യയിൽ ഇന്ധനവില കുതിച്ചുയർന്നിരുന്നു. മാർച്ച് അവസാന വാരത്തിൽ പലയിടങ്ങളിലും പെട്രോൾ പമ്പുകളിൽ നീണ്ട ക്യൂ ആണ് പ്രത്യക്ഷപ്പെട്ടത്. ഇറാനിൽ നിന്നുള്ള കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാകുന്നതോടെ വരും ദിവസങ്ങളിൽ ആഭ്യന്തര വിപണിയിൽ വില കുറയുമെന്നാണ് പ്രതീക്ഷ. ലോകത്തെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ 40ലധികം രാജ്യങ്ങളിൽ നിന്നാണ് എണ്ണ വാങ്ങുന്നത്. വരും മാസങ്ങളിലേക്കുള്ള എണ്ണ ശേഖരം ഇന്ത്യ ഇതിനകം ഉറപ്പാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി തടഞ്ഞത് ആഗോള എണ്ണ വിതരണത്തെ ബാധിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകിയത് രാജ്യത്തിന് ഗുണകരമായി. റഷ്യയും ചൈനയും കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യമാണ് ഇന്ത്യ. ഒരു വശത്ത് ഇറാനെ ബോംബെറിഞ്ഞ് തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ മറുവശത്ത് എണ്ണ വിപണിയിലെ തകർച്ച ഒഴിവാക്കാൻ ഉപരോധം നീക്കിയത് ശ്രദ്ധേയമാണ്. ഇറാനെ തകർത്തുവെന്ന് പ്രഖ്യാപിക്കുമ്പോഴും അമേരിക്കയുടെ പ്രവർത്തികൾ ഇറാനെ അനുസരിക്കുന്നതിന് തുല്യമാണ്. യുദ്ധത്തിൽ ഒരു പക്ഷം ചേരാതെ സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഊർജ ആവശ്യങ്ങൾക്കായി ഏത് രാജ്യവുമായി സഹകരിക്കാൻ ഇന്ത്യക്ക് സ്വതന്ത്രമായ അധികാരമുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ വ്യാപ്തിയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇറാനെതിരെ ട്രംപ് വീണ്ടും ശക്തമായ ആക്രമണം നടത്തിയാൽ ഈ വ്യാപാര ബന്ധം വീണ്ടും പ്രതിസന്ധിയിലായേക്കാം. യുദ്ധം മുറുകിയാൽ എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയ വെല്ലുവിളി ഉണ്ടാകും. നിലവിലെ എണ്ണ പ്രതിസന്ധി പരിഹരിക്കുന്നതിനിടെ ഇനിയും ആക്രമണങ്ങൾ നടത്തിയാൽ അമേരിക്കയ്ക്ക് ഇറാന്റെ ഭീഷണി എതിർക്കാൻ കഴിയാതെ വരും. ഇന്ധനവില അമേരിക്കയെ കൂടി ബാധിക്കുന്നതിനാൽ ട്രംപ് ആക്രമണങ്ങൾ നടത്തില്ലെന്ന് തന്നെയാണ് യുദ്ധ സാഹചര്യം വിലയിരുത്തുന്നത്.